നമസ്കാരം, ഫുട്ബോൾ പറ്റിയ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണ തങ്ങളുടെ 28ാമത്തെ ലലീഗ ടൈറ്റിൽ എസ്പാനിയോളിനെ 2-0 ഇന്നലെ തോപ്പിച്ചുകൊണ്ട് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര പെർഫോമൻസ് തന്നെയായിരുന്നു FC ബാർസലോണയുടെ. ഒന്നും പറയാനായിട്ടില്ല ഈ സീസണിൽ. ഇന്നലത്തെ മാച്ച് ശരിയാണ്, കുറച്ച് ബിറ്റ് ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് മോശമായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫ് നമ്മൾ ഒന്നൊന്നര തന്നെ നമ്മൾ കളിയിലോട്ട് വന്നു, 2 ഗോൾ അടിച്ചു, ജയിച്ചു. പക്ഷേ ഈ സീസൺ സ്റ്റാർട്ടിൽ നമ്മളൊരു ഡൊമസ്റ്റിക് ട്രബിൾ അടിക്കും, ചാമ്പ്യൻസ് ലീഗ് സെമിയിലെത്തും എന്നൊക്കെ എന്നോട് പറയുമായിരുന്നെങ്കിൽ ഐ ബി ലൈക്ക് ഓക്കെ, ഡ്രീം ലാൻഡ് വല്ലതും ആണോ, ഈ സ്ക്വാഡ് വെച്ച് ഫ്ലിക്കിന് കുറച്ച് ലിമിറ്റേഷൻസ് കാണും. ബട്ട് ഒരു എന്നാ പറയുക, ഒരു ഫെയറി ടെയിൽ സീസൺ ആയിരുന്നു ഇത് FC ബാർസലോണയ്ക്ക്. ശരിയാണ്, ചാമ്പ്യൻസ് ലീഗ് നമ്മൾ അടിച്ചില്ല, ബട്ട് ഡൊമസ്റ്റിക് ട്രബിൾ, ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ, ഒരു ഫെയറി ടെയിൽ സീസൺ. റയൽ മാഡ്രിഡ് അഗേൻസ്റ്റ് കംബാക്ക്, അത്ലറ്റിക്കോ മാച്ച് കംബാക്ക്, ബെൻഫീക്ക മാച്ച് കംബാക്ക്, ഈവൻ ഇന്റർ അഗേൻസ്റ്റ് കംബാക്ക് നടത്തി ലാസ്റ്റ് പോയി. പക്ഷേ എന്നാലും ആ മാച്ചിലെ കംബാക്ക്. സോ ബാർസലോണ ഈ സീസൺ ഒരു എപ്പിക് സിനിമ വേണം ഒരു ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഒരു പൊക്ക പ്യുവർ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാം ഈ സീസണെ കുറിച്ച്. അമ്മാതിരി കംബാക്കുകളും മോട്ടിവേഷനുമാണ് നടത്തിയത്. ഈ വർഷം സ്റ്റെപ്പ് അപ്പ് ചെയ്ത പ്ലേയേഴ്സ് നോക്കുക. 17 വയസ്സുള്ള ലമീൻ യമാൽ, 18 വയസ്സുള്ള പൗ കുബാർസി, ഇങ്ങനത്തെ ഫെർമിൻ ലോപ്പസ്, ഇങ്ങനത്തെയൊക്കെ പല പല പ്ലേയേഴ്സും തന്നെ നമ്മൾ എഴുതി തള്ളിയ പ്ലേയേഴ്സ്. എറിക് ഗാർഷ്യ, ഫെറാൻ ടോറസ് ഒക്കെ ഇപ്പം ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അവരില്ലാതെ ഈ ടീം നെക്സ്റ്റ് സീസൺ പോകുന്നത് ഇപ്പം ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ആ ഒരു ലെവലിലോട്ട് എത്തി. ഇതിനെല്ലാം ഫുൾ ക്രെഡിറ്റും കൊടുക്കുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന കോച്ചിനാണ്. ആൻഡ് പ്ലേയേഴ്സിനും മാനേജ്മെന്റിനും കൊടുക്കണം. പക്ഷെ എന്നാലും ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന കോച്ച് പലരുടെ എക്സ്പെക്ടേഷൻസിന് മുകളിൽ ഈ സീസൺ പെർഫോം ചെയ്തു. ആൻഡ് ലലീഗ ടൈറ്റിൽ നെക്സ്റ്റ് 2 മാച്ച് നമ്മൾ തോറ്റാലും ചോദിച്ചു, നമ്മൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. 28ാമത്തെ ടൈറ്റിൽ ബാർസലോണ നേടിയിരിക്കുകയാണ്. ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസലോണ ഡിഡിൻ സ്റ്റാർട്ടഡ് വെൽ. ബാർസലോണ നല്ല രീതിയിലല്ല സ്റ്റാർട്ട് ചെയ്തത്. എസ്പാനിയോൾ വേർ ദ ബെറ്റർ സൈഡ് ഫസ്റ്റ് ഹാഫ്. നമ്മൾ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ നമ്മൾ പറയില്ല ബ്ലൈൻഡ് സൈഡ് റൺ, അഥവാ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഒപ്പോണന്റ് റൺ നടത്തുമ്പോൾ വി സ്ട്രഗിൾ. അത് നമ്മൾ ഇന്നലത്തെ മാച്ചിലും കണ്ടു, വി സ്ട്രഗിൾ. പക്ഷേ എന്നാ പറയുക, സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം ലെമീൻ യമാലിൻ്റെ ഔട്ട് ഓഫ് ദിസ് വേൾഡ് ഗോള്, അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ ഗോളും കൂടെ ആയപ്പോഴേക്കും വി ബി ലൈക്ക് ഓ വാവ്, ഗെയിം നമ്മുടെ കയ്യിലേ, അത്രയേ ഉള്ളൂ. എടുത്തു പറയേണ്ടത് എന്നാന്ന് വെച്ചാൽ ഈ സീസണിലെ ലെമീൻ യമാൽ 17 ഗോൾസ് ആയിട്ടുണ്ട്. താരം ബാലൻഡിയോർ റേസിൽ ഇപ്പം ടോപ്പ് 3 ഫേവറേറ്റ് ആണ്. ഇമാജിൻ 17ാം വയസ്സിൽ ലെമീൻ യമാൽ ബാലൻഡിയോർ അടിക്കുകയാണെങ്കിൽ, നേടുവാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല. അമ്മാതിരി പെർഫോമൻസ്. നമ്മൾ പറയുന്നത് സ്റ്റാറ്റ്സ് മേ ബി പുള്ളിയുടെ ഗെയിമിൽ നമ്മൾ ജസ്റ്റിസ് കൊടുക്കത്തില്ല. നമ്മൾ എന്നാ പറയുക, ഒരു യങ് നെയ്മറിനെ ഒക്കെ കാണുന്ന ഒരു വൈബ് ചില സിറ്റുവേഷൻസിൽ. മെസ്സി ഇന്നലെ അടിച്ച ഗോളാണെങ്കിലും മെസ്സിയുടെ ഒരു ട്രേഡ് മാർക്ക് ഗോൾ ഐറ്റം. നമ്മൾ ഫുട്ബോളിൽ നിന്ന് ലൂസായോ അല്ലെങ്കിൽ ഫുട്ബോളിൽ നിന്ന് റോബോട്ടിക് ആയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസിന് ഈ സീസൺ റഫീനയുടെ യമാൻ്റെ ഒക്കെ പെർഫോമൻസ് കാണുമ്പോൾ, ഈവൻ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മൾ ആസ് എ ബാർസ ഫാൻ എല്ലാ മാച്ചുകളും നമ്മൾ കാണും, നമ്മൾ കുത്തിയിരുന്ന് കാണും. പക്ഷേ ഈ സീസണിൽ നമ്മൾ അടുത്ത മാച്ച് എത്രയും പെട്ടെന്ന് വരാനായിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ മാത്രമല്ല, ഇപ്പം പലരും മെസ്സി പോയതിനു ശേഷം ബാർസലോണ മാച്ചുകൾ കാണാൻ നിർത്തിയ പലരും വീണ്ടും ബാർസലോണ മാച്ചുകൾ കാണാൻ തുടങ്ങിയ ഒരു സീസണാണിത്. ആൻഡ് പല ന്യൂട്രൽസും, അതായത് ഇപ്പോൾ ഉദാഹരണം പറയാനായിട്ടാണെങ്കിലും ബാർസ മാച്ചുകൾ ഇനി കാണണ്ട, ഇപ്പം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരം ബാർസ മാച്ച് കണ്ടുകൊണ്ടിരുന്ന പല ന്യൂട്രൽസുകളുണ്ട്. അവരും ഈ സീസൺ ഇപ്പം നമുക്ക് എത്ര പേര് നമ്മുടെ സ്ട്രീമിന് വന്നു പറഞ്ഞു ബാർസലോണ മാച്ചുകൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ചെൽസി ഫാനാണ്, യുണൈറ്റഡ് ഫാനാണ്. ബട്ട് ബാർസലോണ മാച്ചുകൾ ഇപ്പം കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, ഞങ്ങൾ വീണ്ടും കാണാൻ തുടങ്ങി, എന്ത് രസമാണ് കാണാമെന്ന് പറയാൻ തുടങ്ങി. അതാണ് പറഞ്ഞത്, നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ട്രോഫീസ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അതിലുപരി ഇങ്ങനത്തെ കമൻസുകളോടെ കേൾക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഹാൻസി ഫ്ലിക്ക് ഈ സീസൺ നടത്തിയിരിക്കുന്ന മിറക്കിൾ പറയാതിരിക്കാൻ വയ്യ. ഹി ഡിസേർവ്സ് ഓൾ ദ അപ്ലോസ് ആൻഡ് പ്ലെയേഴ്സും ഡിസേർവ്സ് ഓൾ ദ അപ്ലോസ്. ആൻഡ് ഇന്നലത്തെ മാച്ചിലാണേലും മാച്ചിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഇതാക്കുന്നില്ല, കാരണം ഇന്നലത്തെ മാച്ച് നമ്മൾ ടാക്ടിക്കലി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹാൻസി ഫ്ലിക്ക് തന്നെ പറഞ്ഞു ഡിഫൻസീവ്ലി ടീമിന് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ട്, അതിനെനിക്ക് ടൈം വേണം. മേ ബി നെക്സ്റ്റ് സീസൺ ആളത് സെറ്റാക്കുമായിരിക്കും. ഒന്നെടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ബോൾസ് വിൻ ചെയ്യുന്ന കാര്യം, ആൻഡ് സെക്കൻഡ് ഓഫ് ഓൾ ബ്ലൈൻഡ് സൈഡ് റൺസ് ട്രാക്ക് ചെയ്യുന്ന കാര്യം, അത് നമ്മൾ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തിയില്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ കൂടുതൽ പണികളാവും. കാരണം സീസൺ പ്രോഗ്രസ് ചെയ്യുന്നതോറും നമ്മളെ കൂടുതൽ ആ കാര്യത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറച്ചുകൂടെ പ്രാഗ്മാറ്റിസം, മേ ബി ലാസ്റ്റ് 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ബോഡീസ് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുക, അതിലും കൂടെ ഒന്ന് പഠിക്കുവാണെങ്കിൽ ഗ്രേറ്റ് ആയിരിക്കും. ആൻഡ് ഇന്നത്തെ മാച്ചിൽ ലെമീൻ യമാൽ ഔട്ട് ഓഫ് ദിസ് വേൾഡ്, 17-year-old kid, വാട്ട് എ പെർഫോമൻസ്. പെഡ്രി മജീഷ്യൻ, ബട്ട് ഡിയോങ് എറ്റ് അഗെയിൻ പ്രൂവ്. നമ്മൾ എന്തുകൊണ്ട് ഡിയോങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തണം, എന്തുകൊണ്ട് മേ ബി ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് സാലറി ഡൗൺ ആക്കോ, ഒന്ന് എക്സ്റ്റൻഷൻ കൊടുക്കും. കാരണം ഡിയോങ് വേണം, ഡിയോങ് വന്നേ പറ്റൂ. ലാസ്റ്റ് റയൽ മാഡ്രിഡ് മാച്ച്, ഇന്നലത്തെ മാച്ചും കണ്ടവർക്കറിയാം ഡിയോങ് ഈ ടീമിൽ വേണം. അതുപോലെ തന്നെ ഇന്നലെ അറോഹോ ക്രിസ്ത്യൻസ് സെൻട്രൽ ബാക്ക് ഡ്യൂ ആണ് ഇറങ്ങിയത്. ദർ വേർ ഇഷ്യൂസ്, കുറേ നാളുകൾക്ക് ശേഷം അവർ ഒരുമിച്ച് കളിക്കുന്നതിൻ്റെ ആവാം. ആൻഡ് ക്രിസ്ത്യൻസൺ റിയലി ഇംപ്രസ് ചെയ്തു ബ്രോ, ഒന്നും പറയാനായിട്ടില്ല. വേൾഡ്
ക്ലാസ് ഡിഫൻഡറാണ് ക്രിസ്ത്യൻസൺ. നമ്മൾ പുള്ളിനെ കീപ്പ് ചെയ്യണമെന്നാണ് പേഴ്സണലി എൻ്റെ ആഗ്രഹം. അറോഹോ സെല്ലിയോ ഇല്ലയോ ഐ ഡോണ്ട് നോ, ബട്ട് ക്രിസ്ത്യൻസിനെ കീപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ആൻഡ് ഇന്നലെയാണ് നമ്മൾ ലെവൻഡോസ്കിയാണ് അപ്പ് ഫ്രണ്ട് സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പുള്ളി ഒരു ബിറ്റ് ഓഫായിരുന്നു. റഫീന ഇന്നലെ ബിറ്റ് ഓഫായിരുന്നു. ബട്ട് റഫീന ഈ സീസൺ നമ്മുടെ എക്സ്പെക്ടേഷൻ എക്സീഡ് ചെയ്ത മറ്റൊരു പ്ലെയർ. ഷാർക്ക് നമുക്കറിയാം അപ്പൻഡസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ കാരണം ആള് ഈ സീസൺ ഇനി ഇല്ല. ബട്ട് ഇപ്പോൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഷാർക്കിനെ വിൽക്കുന്ന കാര്യം ആലോചിക്കാൻ കൂടെ വയ്യ. അഭിവാജ്യ ഘടകമാണ് ഈ ടീമിലെ ഷാർക്ക്. ഫെർമിൻ ലോപ്പസ് അഗെയിൻ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി സ്കോർ ചെയ്തു. ഓൾമോ കുഴപ്പമില്ലായിരുന്നു, ബട്ട് നോട്ട് ഇസ് ബെസ്റ്റ് പെർഫോമൻസ്. ഐ തിങ്ക് ഫെർമിൻ ലോപ്പസിന് ഇപ്പോൾ നമ്മൾ സെല് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ക്ലബ്സ് ഇൻട്രസ്റ്റഡ് ആണ്. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിളാണ്. ക്ലബ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അമ്മാതിരി പ്ലെയർ ആണ് ഉള്ളത്. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ വി ഷുഡ് കീപ് ഫെർമിൻ ലോപ്പസ്. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സീസൺ നമ്മുടെ ടീമിലെ ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടേഴ്സ് നെയിമിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. കാരണം ഒന്നൊന്നര പ്ലെയറാണ്. ഈ സീസണിലാണ് എത്രയോ മാച്ചുകൾ ബെഞ്ചിൽ നിന്ന് ഇറങ്ങി നമ്മളെ ഈവൻ ലെഫ്റ്റ് വിങ്ങിൽ പ്ലെയർ ഇല്ലാനപ്പോൾ അവിടെ കവർ കൊടുത്തും ഇമ്പോർട്ടൻറ്റ് ഗോളുകൾ സ്കോർ ചെയ്തു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഫെർമിൻ ലോപ്പസിനെ നമ്മൾ കീപ്പ് ചെയ്യണം. ഫെർമിൻ ലോപ്പസിന് ഒരു ഗോളുണ്ട്. ഫെർമിൻ ലോപ്പസ് എപ്പോൾ വേണമെങ്കിലും ഗോൾ സ്കോർ ചെയ്യാം. ഒരു ഗോൾ സ്കോർ തെട്ടുമാണ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ റോൾസ് ഇപ്പോൾ ഈ സീസൺ ഫെർമിൻ ലോപ്പസ് ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പൊസിഷൻ ഈ സീസൺ കളിപ്പിച്ച പ്ലെയർ ആണെന്ന് ചോദിച്ചാൽ ഫെർമിൻ ലോപ്പസ് ആണ്. കാരണം ആ റോള് കൊടുത്തപ്പോഴും ആ റോള് പ്രോപ്പറായിട്ട് കളിച്ചു. ചില മാച്ചുകളിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ലായിരുന്നല്ല, പക്ഷെ ആൾ കളിച്ചു. അതുപോലെ തന്നെയാണ് എറിക് ഗാർഷ്യ നമ്മൾ ഈ സീസൺ സ്റ്റാൻഡിൽ കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞെടുത്ത് തോന്നുന്നു. എന്ത് വില കിട്ടിയാലും കൊടുക്കരുതേ ആശാനെ എന്ന് നമ്മൾ പറഞ്ഞു. സോ FC കോമോ ജാനുവരിയിൽ പുള്ളിനെ എങ്ങാണ്ട് 10 മില്യൺ താഴെ ഒരു ഡീലിൽ സൈൻ ചെയ്യുന്നതിന് വളരെ ക്ലോസ് ആയിരുന്നു. ബാർസലോണ മാനേജ്മെന്റ് ഓക്കെയും പറഞ്ഞാണ്. പക്ഷേ ഹാൻസി ഫ്ലിക് സെഡ് ഐ നീഡ് എറിക് ഗാർഷ്യനെ കീപ്പ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയുകയാണ്, എറിക് ഗാർഷ്യനെ നമ്മൾ മേ ബി ജാനുവരി വിൽക്കുമായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കളി പോയാൽ. എറിക് ഗാർഷ്യ ഈ സീസണിൽ നമ്മൾ ജാനുവരിയിൽ സെല്ല് ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി ലലീഗ റേസിൽ നമ്മൾ ഔട്ടായ ചാമ്പ്യൻസ് ലീഗിൽ ഇത്രയും ഫർദർ വരത്തില്ലായിരുന്നു. കാരണം കുണ്ടയ്ക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് ഇഞ്ചുറി വന്നു. അത് മാത്രമല്ല ഫ്രാങ്കി ഡിയോങ്ങിന് എന്നീ ഇഞ്ചുറീസോ അല്ലെങ്കിൽ കസാഡോ ഇഞ്ചുറി കാരണം പുറത്തായി. സോ ഫ്രാങ്കി ഡിയോങ്ങിന് കവർ കൊടുത്തുകൊണ്ടിരുന്ന ആരാണ്? എറിക് ഗാർഷ്യ. സെൻട്രൽ ബാക്കിൽ ഇഷ്യൂസ് വന്നപ്പം കവർ കൊടുത്തുകൊണ്ടിരുന്ന ആരാണ്? എറിക് ഗാർഷ്യ. കുണ്ടയ്ക്ക് ഇഞ്ചുറി വന്നപ്പോൾ റൈറ്റ് ബാക്കായിട്ട് കവർ കൊടുത്ത ആരാണ്? എറിക് ഗാർഷ്യ. ഇന്നലെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ എറിക് ഗാർഷ്യയുടെ ചില റൺസ് ഉണ്ട്. നമ്മൾ കുണ്ടയെന്ന് കാണാറുള്ള പോലെ കമന്റേറ്റേഴ്സ് അത് പറയുന്നുണ്ടായിരുന്നു. യമാലിന് സ്പേസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ കുണ്ടയുടെ റൺസ് നമ്മൾ ഓവർലാപ്പിംഗ് റൺസ് നമ്മൾ കാണാറുണ്ട്. അത് ഇന്നലെ എറിക് ഗാർഷ്യയുടെ സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ടു. യെസ്, ആ ഇന്റർ മാച്ചിനും മറ്റുമൊക്കെ പുള്ളി ലിമിറ്റഡ് ആണ്. പുള്ളിയുടെ റോള് റൈറ്റ് ബാക്ക് റോളേ അല്ല, പുള്ളി സെൻറ്റർ ബാക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡർ രണ്ടും പ്രോപ്പറായിട്ട് കളിച്ചു. ആ റൈറ്റ് ബാക്കിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ ഓരോ മാച്ച് കഴിയുന്നവരും പുള്ളി പ്രോപ്പറായി അഡാപ്റ്റ് ചെയ്ത് വരുവാണ്. സോ നമ്മൾ പറയുമല്ലോ എറിക് ഗാർഷ്യ, ഞാൻ പറയുകയാണ് ഒരു 5-6 മാച്ചോടെ റൈറ്റ് ബാക്ക് റോൾ കളിക്കുകയാണെങ്കിൽ കുണ്ടയ്ക്ക് പ്രോപ്പർ ബാക്കപ്പായി. സോ എറിക് ഗാർഷ്യയുടെ ഗുണം കുണ്ടയ്ക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പാണ്, ഫ്രാങ്കി ഡിയോങ്ങിന് ഒരു പ്രോപ്പർ ബാക്കപ്പാണ്, ആൻഡ് സെൻറ്റർ ബാക്കിൽ നമുക്കൊരു പ്രോപ്പർ ബാക്കപ്പാണ്. ബാക്കപ്പ് മാത്രമല്ല, വേറെ സെൻറ്റർ ബാക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യണം. എറിക് ഗാർഷ്യ സ്റ്റാർട്ട് ചെയ്താൽ എനിക്കിപ്പോൾ ഒരു തലവേദനയില്ല ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും സെൻറ്റർ ബാക്കായിട്ടും. കാരണം ആ ഒരു കോൺഫിഡൻസ് ഇപ്പം താരം തന്നിട്ടുണ്ട്. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നെക്സ്റ്റ് സീസൺ എങ്ങനെയായിരുന്നു നമ്മൾ എറിക് ഗാർഷ്യയെ കീപ്പ് ചെയ്യുക? ആണ് ലക്ഷറിയാണ്. എറിക് ഗാർഷ്യ, ഫെറാൻ ടോറസ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഓഫ് ദ ബെഞ്ച് ഒരു ലക്ഷറിയാണ്. സോ കീപ് ദം. ലക്ഷറി ആക്കി ഫ്ലിക്ക് ആയിരുന്നു എന്നല്ല, ലക്ഷറി ആക്കി മാറ്റി ഫ്ലിക്ക്, അതെടുത്ത് പറയണം. ആൻഡ് അതുപോലെ തന്നെ മിഷേൽ മിഗ്വേൽ സാഞ്ചസ് ജിറോണയുടെ കോച്ച്, പുള്ളിക്കും ക്രെഡിറ്റ് കൊടുക്കണം എറിക് ഗാർഷ്യനെ ഇങ്ങനെ ഒരു അഡാപ്റ്റബിൾ പ്ലെയർ ആക്കി മാറ്റിക്കുക. ലാസ്റ്റ് ഇയറിലെ ജിറോണയിലെ ആ ലോൺ സ്പെൽ മേ ബി എറിക് ഗാർഷ്യനെ ഈ സീസൺ റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ആൻഡ് ഓൾസോ വേറൊന്നും പറയാനില്ല, ലെവൻഡോസ്കി ഈ ഒരു ഏജിനാണെങ്കിലും എക്സ്പെക്ടേഷൻ എക്സീഡ് ചെയ്ത് പിച്ചിച്ചി എംബാപ്പെ കൊണ്ടുപോകുന്ന ലക്ഷണമാണ്. അതുപോലെ നമുക്ക് ടൈറ്റിൽ കിട്ടിയാൽ മതി. റഫീന മാൻ, ഞാൻ ലാസ്റ്റ് സീസൺ ഏറ്റവും കൂടുതൽ ആളുകൾ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്ലെയറാണ് റഫീന. ആൻഡ് റഫീന നമ്മുടെ എക്സ്പെക്ടേഷൻസിന് ഒത്തല്ല, അതിന് മേളിൽ പെർഫോം ചെയ്തു. യമാൽ ഒന്നും പറയാനില്ല, കിഡിനെ യമാൽ, പെഡ്രി, കുബാസി എത്താനദർ ജം ഒന്നും പറയാനില്ല. മേ ബി 1-2 നമുക്ക് നെക്സ്റ്റ് സീസൺ അഡീഷൻസ്. കുണ്ടെ, നമ്മൾ ഈ സംഭവം എല്ലാം പറയുന്നതിനിടയ്ക്ക് കുണ്ടെ, ബാൾഡെ, വാടെ ഫുൾ ബാക്സ് അല്ലെ. ബാൾഡെ ഈ സീസൺ വന്ന ഇമ്പ്രൂവ്മെന്റ്, അതിനൊക്കെ ഹാൻസി ഫ്ലിക്കിന് മാർക്ക് കൊടുത്ത് പറ്റും. കുണ്ടെ ഈ സീസൺ എല്ലാ ലീഗ് മാച്ചും സ്റ്റാർട്ട് ചെയ്ത പ്ലെയറാണ്. ആ ഇഞ്ചുറി വരുന്ന വരെ അവസാനം ഐ തിങ്ക് കുണ്ടയ്ക്കും ബാൾഡയ്ക്കും ഇഞ്ചുറി വന്നാണ് ഐ തിങ്ക് ബാർസലോണയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് ഹോപ്സിന് അടിയായെന്നൊരു ഫീൽ ഇപ്പോൾ ഉണ്ട്. അവിടെ നെക്സ്റ്റ് സീസൺ എന്തായാലും നമുക്കൊരു ബാക്കപ്പ് ഫുൾ ബാക്ക്, റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക്, ഈ ഏത് 2 ഏരിയാസിൽ എവിടെയെങ്കിലും ഒരു ബാക്കപ്പ് ഫുൾ ബാക്ക്, എ ലെഫ്റ്റ് വിങ് ഫോർവേഡ്, എ സെൻറ്റർ ഫോർവേഡ്, ഇത് 3 നമ്മൾ അഡീഷൻസ് നടത്തിയേ പറ്റൂ. അതിന് ഇന്നലെ ആണെങ്കിലും ടെക്കിൻ്റെ 1-2 നല്ല സേവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗോയിങ് ടു ദ നെക്സ്റ്റ് സീസൺ ഐ തിങ്ക് ഒരു ഗോൾ കീപ്പർ ജോൺ ഗാർഷ്യ, ഇന്നത്തെ എസ്പാനിയോളിലെ ഗോൾ കീപ്പർ, പുള്ളിനെയൊക്കെ ആഡ് ചെയ്യാൻ സാധിച്ചാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗെയിം ചേഞ്ചർ. ബട്ട് അതൊരു ലക്ഷറി എന്നല്ല, അതൊരു സ്ട്രെച്ച് ആയിരിക്കും. ഐ തിങ്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ മേ ബി ഷെസ്നി, ടെർ സ്റ്റെഗൻ ഇനി ആക്കിപ്പനെ നിൽക്കുമെന്ന് അറിയത്തില്ല, അല്ല അസ്ട്രാഗോ എങ്ങനെയാണെങ്കിലും വെച്ചൊരു അടുത്ത സീസൺ തള്ളി നീക്കാം. ബട്ട്
ലോങ് ടേം വി നീഡ് എ ബെറ്റർ ഗോൾ കീപ്പർ. പക്ഷേ നെക്സ്റ്റ് സീസൺ പ്രയോറിറ്റി ഷുഡ് ബി എ ഫുൾ ബാക്ക്, എ ലെഫ്റ്റ് വിങ് ഫോർവേഡ്, എ സ്ട്രൈക്കർ. ഈ 3 പൊസിഷനിൽ നമ്മൾ അഡീഷൻസ് നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും ബാർസ ഒഫീഷ്യലി 1:1 റൂളല്ല, നമ്മുടെ അത് പോയിട്ടുണ്ട്. സോ ക്യാമ്പ് നോ തുറക്കുന്നത് വിൽ ഹെൽപ്പ് us. കൂടാതെ മറ്റെന്തെങ്കിലുമൊക്കെ വരുമോ നമുക്കറിയത്തില്ല, നോക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പല ട്രാൻസ്ഫർ റൂമറുകളും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വൈകിട്ട് ലൈവിലും മറ്റുമൊക്കെ കാണാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും ഈ മാച്ചിനെ കുറിച്ച്, ബാർസലോണ ഈ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ്, റിപ്പോർട്ട്സ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അതാണ് ഞാൻ ഡൊമസ്റ്റിക് ട്രബിളും ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ എത്തിയ ലോട്ടറി, ക്വാർട്ടർ ഫൈനലായിരുന്നു എൻ്റെ ഡ്രീം എന്ന് ഞാൻ പറയും. സോ ഞാൻ ലോട്ടറി അടിച്ചു ചാമ്പ്യൻസ് ലീഗിൽ. ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ സീസൺ സ്റ്റാർട്ടിൽ ലലീഗയിൽ ഒരു 2 3 അല്ലെങ്കിൽ ഒരു 5 പോയിന്റ്സിനുള്ളിൽ റയൽ മാഡ്രിഡുമായിട്ട് നിൽക്കുക. മേ ബി വൺ ഓഫ് ദ കപ്സ്, ഒരു കോപ്പ ഡെൽ റേയോ സൂപ്പർ കോപ്പ എസ്പാൻ, ഇതിലൊന്നും അടിക്കുക. ഇത് രണ്ടും അടിച്ചു, കൂടാതെ ലലീഗയും അടിക്കുകയും ചെയ്തു. സോ എൻ്റെ എക്സ്പെക്ടേഷൻ എക്സ്പീഡ് ചെയ്തു വിത്തൗട്ട് എ ഡൗട്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ്. എന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ആ ഒരു പ്രോബ്ലി 2014-15 സീസണിൽ നമ്മൾ അച്ചീവ് ചെയ്തല്ലോ ആ മെസ്സി, നെയ്മർ, സുവാറസൊക്കെ വെച്ച് ആ ഒരു ടീമുണ്ട്. അതിനേക്കാളും മേളിൽ മേ ബി ഈ ഒരു സീസൺ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. വിത്ത് വാട്ട് ഫ്ലിക്കിന് ഡിസ്പോസലിൽ ഉണ്ടായിരുന്ന വെച്ച് നോക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ ഈ സീസണിൽ. അതുക്കും മേലെ ശരിയാണ് ചാമ്പ്യൻസ് ലീഗ് വന്നില്ല, അതും കൂടെ വരുമായിരുന്നെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സീസൺ, ഇഫ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് സീസൺ ആർഗ്യുകയാണ്. പക്ഷേ നമ്മൾ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സീസൺ ഇൻ അവർ ഹിസ്റ്ററി എന്ന് തന്നെ ഞാൻ പറയും ഈ സീസൺ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളത്? നിങ്ങൾക്ക് നെക്സ്റ്റ് സീസൺ കാണേണ്ട അഡീഷൻസ്, ഈസ് ദിസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സീസൺ ഇൻ അവർ ഹിസ്റ്ററി? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ കാണാം. അതായിരിക്കും.